മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിലെ ചെയർപേഴ്സൺ ജിജി ജോസഫ്, മാനേജിംഗ് ഡയറക്ടർ ജ്യോതിഷ് സുഭാഷ്, കാട്ടാക്കട സബ് ഇൻസ്പെക്ടർമാരായ മോഹനൻ, അലോഷ്യസ്, ലിജോ ജോർജ് എന്നിവർ ചേർന്ന് ഹെൽമറ്റ് വയ്ക്കാതെ സഞ്ചരിച്ച 5 പേർക്ക് ഹെൽമറ്റ് വിതരണവും അതിനോടൊപ്പം ബോധവൽക്കരണ ക്ലാസുകളും വിദ്യാർത്ഥികളുടെ ബോധവൽക്കരണ സ്കിറ്റുകളും നടത്തി. പൊതുജനത്തിന് ഉപകാരപ്രദമായ ബോധവൽക്കരണ ക്ലാസുകളും ചാരിറ്റി പ്രവർത്തനങ്ങളുമായി മെഡിക്കോ ഫെസ്റ്റ് 2025-26 വിശ്വദീപ്തി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മദർ തെരേസ ഓഡിറ്റോറിയത്തിൽ വെച്ച് 18/1/2026 ഞായറാഴ്ച രാവിലെ 11 മണി മുതൽ നടക്കും. അന്നേ ദിവസം ഒട്ടനവധി നിസ്സഹായരായ വ്യക്തികൾക്ക് വേദിയിൽ വെച്ച് തന്നെ സഹായങ്ങൾ നൽകും. നമസ്കാരം, ഞാൻ ജിജി ജോസഫ്. ഇന്ന് മാതാ കോളേജിൻ്റെ സ്റ്റുഡൻസും അധ്യാപകരും ഞങ്ങൾ എല്ലാവരും കൂടെ റോഡ് സേഫ്റ്റിക്ക് വേണ്ടി ഒരു ഹെൽമറ്റ് അവതരണ റാലിയും ഹെൽമറ്റ് വിതരണമാണ് ഞങ്ങളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 പേർക്ക് ഹെൽമറ്റ് കൊടുക്കുക എന്ന ഒരു ഉദ്ദേശവും ബോധവൽക്കരണ ക്ലാസ്സുമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. 2 വീലർ ഓടിക്കുന്നവരെ സംബന്ധിച്ച് ഹെൽമറ്റ് അത്യാവശ്യമായ ഒരു സുരക്ഷാ കവചമാണ്. നമ്മൾ പലരും നമ്മുടെ മുടി ഷേപ്പ് മാറുമെന്നും മുഖം പുറത്ത് 4 പേര് കാണില്ല എന്നൊക്കെ കരുതി പലരും ഹെൽമെറ്റിനോട് ഒരു വിമുഖത കാണിക്കുന്നുണ്ട്. പക്ഷേ 2 വീലർ ഓടിക്കുന്നവരെ സംബന്ധിച്ച് ഹെൽമെറ്റ് നിർബന്ധമായും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സുരക്ഷാ കവചമാണ്. കാര്യം നമ്മൾ ആക്സിഡൻറ്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ആക്സിഡൻറ്റ് കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ 2 വീലേഴ്സിൽ യാത്ര ചെയ്യുന്നവരിൽ കൂടുതലും മാരകമായ പരിക്കേൽക്കുകയോ മരണപ്പെടുകയോ ചെയ്യുന്നത് തലയ്ക്ക് ഏൽക്കുന്ന ഗുരുതരമായ ക്ഷതങ്ങൾ കാരണമാണ്. ഒരു പരിധിവരെ ഹെൽമറ്റ് ഉപയോഗിച്ചാൽ തലയ്ക്കുണ്ടാകുന്ന ഗുരുതര ക്ഷതങ്ങളും പരിക്കുകളും ഒഴിവാക്കാനും അല്ലെങ്കിൽ അവയുടെ കാഠിന്യം കുറച്ചു കൊണ്ടുവരുവാനും സാധിക്കും. അപ്പോൾ 2 വീലർ യാത്ര ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നത് നമ്മളൊരു ഹെൽമറ്റ് വെച്ച് റോഡുകൾക്ക് അനുവദനീയമായ വേഗതയിൽ റോഡിൻ്റെ സാഹചര്യങ്ങൾ വിലയിരുത്തി, റോഡിലെ തിരക്ക് വിലയിരുത്തി സുരക്ഷിതമായി യാത്ര ചെയ്യുമ്പോഴാണ്. Subscribe